എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാമെന്നായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ ന്യൂസിലൊരു വീഡിയോ കാണുന്നുണ്ടായി. മൂന്നാറിൽ ബോംബെയിൽ നിന്ന് വന്ന ഒരു ഗസ്റ്റിനെ അവിടുത്തെ ടാക്സിക്കാർ തടഞ്ഞു വെക്കുകയുണ്ടായ ഒരു അനുഭവം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതായി പരാതി ഉണ്ടായിരുന്നു. ഊബർ ടാക്സി വിളിച്ച് യാത്ര ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മൂന്നാറിലെ ഡ്രൈവർമാർ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന വിവരം സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെയാണ് യുവതി വെളിപ്പെടുത്തിയത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കുന്ന ജാൻവിയെയാണ് ഭീഷണിപ്പെടുത്തിയത്. പോലീസ് എത്തിയെങ്കിലും പോലീസ് ഈ യൂണിയൻകാരുടെ, ടാക്സി ഡ്രൈവർമാരുടെ യൂണിയൻകാർക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേർന്നാണ് സംസാരിച്ചതെന്നും ഈ നിലയിലാണെങ്കിൽ കേരളത്തിലേക്ക് മൂന്നാറിലേക്കൊന്നും ഇനി ഇല്ല എന്നുകൂടി ജാൻവി പറയുന്നു. I'm in Kerala right now. It's absolutely breathtaking, but I don't think I'm ever coming here again. A decision that has changed the way that I'll always remember this trip. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us, that you have to go with the union taxi. Everybody kept throwing the same sentence to us. You're not allowed. You're not allowed to decide who you travel with. You're not allowed to feel safe. You're not allowed to exercise your constitutional right. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനൊരു ഇതിനെപ്പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ എന്തായാലും പറയണമെന്ന് തോന്നി. കാരണം ഞാനൊക്കെ ഒരു ഏകദേശം 20 വർഷത്തിന് മേലെ ഇത് പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം നമ്മൾ അറിയുന്ന പഴയ കാലത്തെ മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ നമ്മളറിയാം. നമ്മൾ പാക്കേജ് പോകുന്നു, വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാലക്രമേണ വണ്ടികൾ മാറുന്നു. നമ്മളിപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയ വാഗണർ എടുത്തു. അപ്പം നമ്മുടെ ഇടയ്ക്ക് പാക്കേജ് പോകാറുണ്ട്, ഇടയ്ക്ക് അല്ലാത്ത ഓട്ടം പോകാറുണ്ട്. പക്ഷേ ഓൺലൈനിൽ നമ്മൾ ഇതുവരെ അങ്ങോട്ട് മൂന്നാറിലേക്ക് എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ അവിടെ പോയാലും തിരിച്ച് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാൻ ഇതുപോലത്തെ അവിടുത്തെ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യണം. ചിലപ്പോൾ നമ്മളെ വിളിച്ചു വരുത്തി മർദ്ദിക്കും, അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് ഡാമേജ് ആക്കും. അപ്പം നമ്മളായിട്ടൊരു പ്രശ്നം നിൽക്കേണ്ട, സർക്കാരോ അല്ലെങ്കിൽ ഊബറുകാരോ അതിനൊരു പരിഹാരം കാണുന്നവരെ നമ്മളത് നിൽക്കാറുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും പുറത്തുനിന്ന് വന്നിട്ട് അവരെ വെക്കേഷൻ ഞാൻ ആദ്യം അവരെ ചിന്നക്കനാലിൽ റിസോർട്ടിൽ കൊണ്ട് വിട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് എൻ്റെ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ വന്നവർ പിക്ക് ചെയ്ത് ഞാൻ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഓട്ടോ വന്നിട്ട് എനിക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത് വെച്ചു, വട്ടം വെച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ ഊബർ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഊബർ അല്ലേ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞാനൊരു ടാക്സിയാണ്. ഞാൻ ടാക്സ് കൊടുത്ത്, ഞാൻ സർക്കാരിന് ടാക്സും കൊടുത്ത് എല്ലാം ചെയ്തിട്ട് പക്കയായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. അപ്പം ഞാൻ ഊബറിനൊന്നും എൻ്റെ വണ്ടിയിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഓൺലൈൻ ടാക്സി ഓടാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള മേഖലയിലേക്കൊന്നും നമ്മൾ ഓൺലൈൻ ടാക്സി എടുക്കാറില്ല. ഇത് നമ്മുടേതായ പേഴ്സണൽ ട്രിപ്പുകളും ട്രാവൽസിൻ്റെ ട്രിപ്പുകളൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊരു പയ്യനാണ്. ആ പയ്യൻ്റെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. കാരണം ഊബർ, ഓല അങ്ങനെ ഓൺലൈൻ ടാക്സികൾ മൂന്നാർ അനുവദിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി തല്ലി പൊട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ക്രമസമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ ഹിന്ദിക്കാരെന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് പോകില്ല ഇത്. അപ്പോൾ അവർ പറഞ്ഞു, മലയാളത്തിൽ പച്ച മറുപടി കൊടുത്തു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ടാക്സി സർവീസ് നടത്തുന്നതാണ്. ഇപ്പം നമ്മൾ കാലം മാറുന്നതനുസരിച്ച് അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ടാക്സി ഒന്നും ഇങ്ങോട്ട് എടുക്കാത്തത്, ഓൺലൈൻ ട്രിപ്പുകൾ മൂന്നാറിലേക്ക് എടുക്കാത്തത്. ഇതിപ്പം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, നമ്മൾ അവിടെ വന്ന് പിക്ക് ചെയ്ത് പോകുന്നത് നിങ്ങൾ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോകുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സംസാരങ്ങളുണ്ടായി. അപ്പോൾ ഞാനത് അധികം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ മൂന്നാറിലെ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഊബറിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഊബർ അല്ലല്ലോ,
പക്ഷെ അതറിയാത്ത പയ്യന്മാരെല്ലാം വാഗണർ എല്ലാം ഊബറാന്നുള്ള ധാരണയാണ് അവർക്ക്, ഓൺലൈൻ ടാക്സിയാണ് എന്നുള്ള ധാരണയിലാണ് അങ്ങനെ പെരുമാറുന്നത്. വളരെ അത് നമുക്കത് അന്നേരം അതിനെപ്പറ്റി പറഞ്ഞത് നമ്മളൊരാൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് വലിയൊരു വാർത്ത ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സർക്കാരിൻ്റെ ആപ്പുണ്ട് കേരള സഫാരി, അതുപോലെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, നമുക്ക് എവിടെ നിന്നും ട്രിപ്പുകൾ എടുക്കാമെന്ന് ഓൺലൈനിൽ. പക്ഷെ ഇതൊന്നും അവരെ മാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ പറ്റില്ല, അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുകളിലിരിക്കുന്ന ഭരണാധികാരികളൊക്കെ ഇത് കാണണം, അതിന് തക്കതായ ഒരു തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ അവരുടെ ആരുടെയും വരുമാന മാർഗ്ഗത്തെ പറ്റി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് അവിടെ പോകുമ്പോൾ നമ്മളടുത്ത് ഇത്രയും വളരെ രൂക്ഷമായ രീതിയിലൊക്കെ അവർ പരാമർശിക്കുകയും നമ്മൾ എല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്, ഓൺലൈൻ ടാക്സിയാണ്. നമ്മളത് അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ, സമ്മതിക്കില്ല. അത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവിടെ, മാറണം അതൊക്കെ. അങ്ങനെയാണെങ്കിൽ കേരള സഫാരി പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഒരു ആപ്പല്ലേ, നമുക്ക് എവിടെ നിന്ന് ട്രിപ്പ് എടുക്കാമല്ലോ, അതും സമ്മതിക്കില്ല എന്നൊരു രീതിയിലാണ്. അപ്പം ഇതിനെപ്പറ്റി ഇപ്പം മന്ത്രി തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി തന്നെ അതിനെപ്പറ്റി എന്തൊക്കെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായി. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്, ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. അവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യയിൽ വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ്. അവരുടെ മഹാരാഷ്ട്രയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വർഗീയ കലാപങ്ങൾ, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. അപ്പോൾ എനിക്ക് അതിനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. കാരണം ഞാനടക്കം ഒരുപാട് ഓൺലൈൻ ഡ്രൈവേഴ്സ് ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ എൻ്റെ പഴയ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ട്രാവൽസുകൾ എന്നുള്ള ഓട്ടങ്ങളും പേഴ്സണൽ ഓട്ടങ്ങളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് കാലക്രമേണ വന്നിട്ട് നമ്മളും മാറി. കാരണം ഓൺലൈൻ സംസ്കാരങ്ങളോട് നമ്മളും യോജിച്ചു. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല, ഓൺലൈൻ ട്രിപ്പുകൾ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ ഓൺലൈൻ ട്രിപ്പുകൾ എടുക്കുന്നു. നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ, അതിനുള്ളൊരു കറക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കധികം ഇപ്പോൾ ഓൺലൈൻ ട്രിപ്പുകളാണ് കിട്ടുന്നത്. ലോങ് ഓട്ടങ്ങൾ മാത്രമേ നമുക്ക് പേഴ്സണലായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ എല്ലാം നമ്മൾ ഓൺലൈൻ ഊബർ, ഓല, കേരള സഫാരി, റാപ്പിഡോ അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കിപ്പം ഇതിനെപ്പറ്റി എനിക്കുണ്ടായ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞതുള്ളൂ. ഇപ്പോൾ ഇതുപോലെ തുറന്നു പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അനുഭവമുള്ളവർ. വെറുതെ നമ്മളെ ആപ്പിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ദൂരെ എവിടെയും കൊണ്ടുപോയിട്ട് നമ്മൾ മർദ്ദിക്കുക, വാഹനം കേടുവരുത്തുക. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പരാതി പറഞ്ഞാൽ തന്നെയും അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന് മനസ്സിലായി. ഇപ്പം ആക്ഷൻ എടുത്തതിൽ എന്താ പറയുക, അത് ഒരു നല്ല കാര്യങ്ങളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും ഇപ്പോൾ അവർ മൂന്നാറിൽ നിന്ന് ഇവിടെ വന്ന് ട്രിപ്പ് എടുക്കുന്നതിൽ നമ്മളൊന്നും പറയാറില്ല, എയർപോർട്ട് വന്ന് എടുത്തു പോകാറുണ്ട്. ഇതേ അവസ്ഥകളൊക്കെ തന്നെയാണ് ആലപ്പുഴയിലും കോട്ടയത്തും ഭാഗത്തൊക്കെ ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ദയവ് ചെയ്ത് ഒന്നെങ്കിൽ ഊബർ അധികാരികൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ട സഹായ സജ്ജീകരണം ചെയ്തു തരിക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുക അത് ചെയ്തു തരിക. എനിക്ക് ഒരു എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ ഇത് ഓടിച്ചിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടപ്പം ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നി, ഇത് പറയണം തോന്നി. അത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് അത് എല്ലാ സ്വാതന്ത്ര്യങ്ങളുള്ള സ്ഥിതിക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ദയവേത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയായാലും നമ്മുടെ ഗവൺമെൻറ് ആയാലും തക്കതായ തീരുമാനങ്ങൾ, അത് ഊബറിൻ്റെ അധികാരികളും ഇതിൽ ഇടപെട്ട് തക്കതായ അത് ആർക്കും ഒരു മോശമില്ലാത്ത രീതിയിൽ അത് രമ്യമായി പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.